ഇപ്പോൾ ചെസ്റ്റ് എടുക്കാം. ചെസ്റ്റ് ഇതിൽ 28 ഇഞ്ചാണ്. ഈ 28 ഇഞ്ചിൽ 4 ഭാഗമായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യണം. 4 ഭാഗമായാൽ 7ആണ്. 7 + 1. നമ്മൾ ഇപ്പോൾ പെട്ടിക്കോട്ട് ഇടുമ്പോൾ അത് ടൈറ്റായിട്ട് ഇരിക്കൂലേ. ഇപ്പോൾ ഞങ്ങൾ ബോഡി മെഷറിൽ ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ലൂസായിട്ടുണ്ടാവണമെങ്കിൽ ഞങ്ങൾക്ക് 1 ഇഞ്ച് എക്സ്ട്രാ കൂട്ടണം അതിൽ. അപ്പോൾ എത്രയായി? 8ആയി. 8 + 1 അത് എക്സ്ട്രാ സ്റ്റിച്ചിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ടോട്ടലായിട്ട് 9 ഇഞ്ച് എടുക്കണം ഞങ്ങൾ. അപ്പോൾ ടോട്ടലായിട്ട് 9 ഇഞ്ച് എടുക്കാം. 9 ഇഞ്ചിന് ഒരു മാർക്ക് ഇടണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എല്ലാ മാർക്കുകളെയും നിങ്ങൾ ഇതേപോലെ കട്ട് ചെയ്ത് നിങ്ങൾ കാണിക്കണം. പിന്നെ നമ്മൾ ഷോൾഡർ വെക്കുന്നല്ലേ 5.5 ഇഞ്ച്, അതേ 5.5 ഇഞ്ച് താഴോട്ടോ ചെസ്റ്റിൻ്റെ സൈഡിലും ഇതുപോലെ ഒരു മാർക്ക് ചെയ്യണം. പിന്നെ ഇതിലും ഈ ആം ഹോളിന് ഒരു ലൈൻ ഇടണം. ലൈൻ ഇട്ടു. അപ്പോൾ ഞങ്ങൾക്ക് നമ്മുടെ ഇത് സെറ്റായി. 1 മിനിറ്റ്. 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെത്, അതും മാർക്ക് ചെയ്യണം. അതിന് ശേഷം ഞങ്ങൾ ഈ റൗണ്ട് ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് ഷേപ്പ് കൊടുക്കണം. ഇതിലേക്ക് റൗണ്ട് കർവായിട്ട് കൊടുക്കണം. കർവ് കൊടുത്തു. ഇതുപോലത്തെ സാധനം ഉണ്ടായെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കർവ് സ്കെയിലെന്ന് പറയും അതിന്. പിന്നെ ഞങ്ങൾ നെക്ക് ഈ യോക്ക് എടുക്കുന്നത്. യോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോൾഡർ ഭാഗം പറഞ്ഞല്ലേ, അതിന് പറയുന്നത് യോക്ക് എന്ന്. ഈ യോക്ക് എടുക്കുമ്പോൾ 3.5 ഇഞ്ച് യോക്ക് എടുക്കണം. 3.5 ഇഞ്ച് ഇതിലേ ഞങ്ങൾ സ്റ്റിച്ച് മടക്കിയിട്ട് ഫോൾഡ് ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് 3.5 ഇഞ്ച് എടുക്കണം. 1/2 ഇഞ്ച് ഇവിടെ സ്റ്റിച്ചിങ്ങിന് പോയി, 1/2 ഇഞ്ച് ഇവിടെ സ്റ്റിച്ചിങ്ങിന് പോവും. അപ്പോൾ ഇതിൽ 2.5 ഇഞ്ച് കിട്ടും. 1, 2, 2.5 ഇഞ്ച് ഫിനിഷിങ്ങിൽ കിട്ടും ഷോൾഡർ ഭാഗം. അത് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ഉള്ളിലിടുന്നതല്ലേ, അപ്പോൾ അതിനേക്കാളും നിങ്ങൾക്ക് കുറച്ച് ഈ ഭാഗത്തിൽ ഇത്രയായിട്ട് കുറച്ച് തിന്നായിട്ട് വേണമെന്നെങ്കിൽ അപ്പോൾ അതിന് കുറച്ച് ഈ ഭാഗം ഉണ്ടല്ലേ, ഞങ്ങൾ യോക്ക് എടുക്കുന്നല്ലേ, അത് കുറച്ചെടുത്താൽ മതി. 3 എടുത്താലും ഓക്കെയാണ്. നിങ്ങൾക്ക് ഈ ഭാഗം കുറച്ച് വേണമെങ്കിൽ 3 എടുക്കാം. 3.5 വേണ്ട, 3 എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ 3 എടുക്കും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നെക്ക് എടുക്കുന്നതാണ്. ഈ ഭാഗത്ത് നെക്കാണ്. ഇത് ഫ്രണ്ട് നെക്കാണ്. ഇപ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്നായിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്രണ്ട് നെക്ക് 5.5 ഇഞ്ചാണ്. 5.5 ഇഞ്ചാണ്. 5.5 കൊടുത്തു, മാർക്ക് കൊടുത്തു. ഇതിനെ ഇതുപോലെ ഇവിടെയും ഇങ്ങനെ മാർക്ക് കൊടുക്കണം. മാർക്ക് സ്ട്രെയിറ്റായിട്ട് കൊടുത്തു. ഇതിന് ഒരു ലൈൻ ഇട്ട് കൊടുത്തു. ഇതിനെയും ഇതുപോലെ ഒരു ലൈൻ ഇട്ടു. പിന്നെ ഇതിനൊരു ഷേപ്പ് കൊടുക്കണം. ഇതുപോലെ ഒരു ഷേപ്പ് കൊടുത്തു. ഇനി ബാക്ക് സൈഡ് ഭാഗം 4 ഇഞ്ചാണ് നെക്ക്. അപ്പോൾ 4 ഇഞ്ചിന് അതുപോലെ തന്നെ നിങ്ങൾ ഒരു കർവ് ഷേപ്പ് കൊടുക്കണം. ഇതുപോലെ കൊടുത്തു. ഇനി ഞങ്ങൾ ഡൗൺ ഭാഗം ഈ
ഞങ്ങൾക്ക് നടുഭാഗം